Okay, so we can start today's session. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് അഥവാ OLS എന്ന് നമ്മൾ വിളിക്കുന്ന മെത്തേഡിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ റിഗ്രഷൻ മോഡൽ പറഞ്ഞിരുന്നില്ലേ? സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. സിമ്പിൾ റിഗ്രഷൻ മോഡൽ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, OLS മെത്തേഡും ബിൽഡ് ചെയ്യുന്നത്. അതിൽ ചേഞ്ച് ഒന്നുമില്ല. സോ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ it's a method used in regression analysis to estimate the relationship between one or more independent variable, which means and the dependent variable. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പറഞ്ഞു, ദർ ഈസ് സം റിലേഷൻഷിപ്പ്. നമുക്ക് എന്തുണ്ടാവും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും. ടേക്ക് എൻ എക്സാമ്പിൾ, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് എ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, ഇതാണ് ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. അപ്പോൾ OLS മെത്തേഡ് ബേസിക്കലി ചെയ്യുന്നത് ഒന്നോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് എന്ത് ചെയ്യാണ്, റിഗ്രഷനിലൂടെ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അഗെയിൻ ദ OLS ഈസ് ഫൈൻഡ് ദ ബെസ്റ്റ് ഫിറ്റിംഗ് ലൈൻ ദാറ്റ് മിനിമൈസ് ദ സം ഓഫ് സ്ക്വയേർഡ് എറേഴ്സ് ഓർ റെസിഡ്യൂൾസ്. OLS ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മിനിമം അല്ലെങ്കിൽ ഏറ്റവും കുറവ്. അപ്പോൾ നമ്മൾ OLS ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിനിമൈസ് ദ സം ഓഫ് സ്ക്വയേർഡ് എറേഴ്സ് ഓർ റെസിഡ്വൽസ് എന്നുള്ളതാണ്. നമ്മൾ എറേഴ്സിൻ്റെ സ്ക്വയറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, മിനിമൈസ് ചെയ്യാണ്. സോ ഒബ്സർവ്ഡ് വാല്യൂസ് ഉണ്ടാവും, അൺഒബ്സർവ്ഡ് വാല്യൂസ് ഉണ്ടാവും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൽ. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിൽ സ്റ്റഡി ചെയ്യുന്നതാണ് എന്ത്, OLS എന്നുള്ളത്. നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല OLSൻ്റെ ഡെഫിനിഷൻ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇതാണ്. അതായത് OLS നമുക്ക് ഒരുപാട് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട്. അഗെയിൻ നമുക്ക് ഒരുപാട് ലീനിയർ എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ OLS മാത്രമേ നമ്മളിവിടെ പഠിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് OLSൻ്റെ പ്രത്യേകത മറ്റ് എസ്റ്റിമേറ്റേഴ്സിനോട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് OLSൻ്റെ പ്രത്യേകത ഒന്ന് അൺബയാസ്ഡ് ആണ്. വാട്ട് ഈസ് അൺബയാസ്ഡ്? ഓൺ ആൻഡ് ആവറേജ് ദേ ആർ കറക്റ്റ്. നമ്മൾ OLSലൂടെ കണ്ടെത്തുന്നത് എന്തായിരിക്കും, അത് ഏകദേശം കറക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. രണ്ട്, കൺസിസ്റ്റൻ്റ് ആണ്. അതായത് സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ OLS വഴിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താവും, മോർ ആക്യുറേറ്റ് ആവും. മൂന്ന്, എഫിഷ്യൻ്റ് ആണ്. അതായത് ദേ ഹാവ് ദ സ്മാളസ്റ്റ് വേരിയൻസ് എമംഗ് ദ ലീനിയർ എസ്റ്റിമേറ്റേഴ്സ്. അതായത് നമുക്ക് ഒരുപാട് ലീനിയർ എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട്, നോട്ട് ഓൺലി ദ OLS. ചിലതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സിമ്പിളായിട്ടാണെങ്കിലും. ഒന്നാണെന്ത്, GLS. GLS എന്ന് പറഞ്ഞാൽ എന്താണ്, ജനറലൈസ്ഡ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്നുള്ളതാണ്. അതെന്താണെന്നൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ആ പേരുകൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. മറ്റ് ചില ലീസ്റ്റ് സ്ക്വയർ ടെക്നിക്സ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് ചില ലീനിയർ ടെക്നിക്സ് യൂസ് ചെയ്യുന്ന ലീനിയർ എസ്റ്റിമേറ്റേഴ്സ്. ഒന്ന് GLS എന്ന് പറഞ്ഞാൽ എന്താണ്, ജനറലൈസ്ഡ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. നോർമലി നമ്മൾ GLS യൂസ് ചെയ്യല് ഒന്നെങ്കിൽ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓട്ടോ കോറിലേഷൻ, എറർ ടേമിൽ ഓട്ടോ കോറിലേഷൻ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമലി GLS യൂസ് ചെയ്യാറുള്ളത്. മറ്റൊന്നാണെന്ത്, WLS, അതായത് വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. ജസ്റ്റ് പേരുകൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. മറ്റൊന്നാണെന്ത്, 2SLS, which means two stage least squares. അതുപോലെ നമുക്ക് എന്തുണ്ട്, മറ്റൊന്നാണ് RLS എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ഇനിയും കുറേ ഉണ്ട്, ലൈക്ക് ലാസോ റിഗ്രഷൻ എസ്റ്റിമേറ്റർ ഉണ്ട്, നമുക്ക് PCR ഉണ്ട്. മറ്റൊന്ന് ഞാൻ ജസ്റ്റ് എൻ്റെ ഓർമ്മയിലുള്ളത് മാത്രം പറയാണ്. PCR ഉണ്ട്. PCR എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ കോമ്പണന്റ് റിഗ്രഷൻ, അത് ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ നമുക്ക് എന്തുണ്ട്, PLS ഉണ്ട്, പാർഷ്യൽ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. അതായത് നമുക്ക് ഇങ്ങനെ കുറേ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡുകളുണ്ട്. ഈ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിനൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളതാണെന്ത്, നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ
ordinary least square method. They have the smallest variance among all other linear estimators എന്നർത്ഥം. സോ ഒരു OLSന്റെ ഫീച്ചേഴ്സ് എന്താണ്? ചില സമയത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, 4 തരും. ഓപ്ഷൻ എ അൺബയാസ്ഡ്, ഓപ്ഷൻ ബി കൺസിസ്റ്റന്റ്, ഓപ്ഷൻ സി എഫിഷ്യന്റ്, ഓപ്ഷൻ ഡി സംതിങ് ആക്യുറേറ്റ്. ഇതിൽ OLSന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കും. OLSന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണ്? ആക്യുറേറ്റ് ആണ് ആൻസർ. അതായത് ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് പൊതുവെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അല്ലാണ്ട് ഒരു ഹയർ ഓർഡറിലുള്ള ഒരു പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് പൊതുവെ റിഗ്രഷൻ എന്ന് ചോദിക്കാറില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മളൊരു എസ്റ്റിമേഷൻ പ്രോസസ്സ് കൂടി നോക്കാം. നമുക്കൊരു ഡെറിവേഷനിലേക്ക് ഒന്നും പോകണ്ട, ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്തിട്ട് പോകാം. സോ നമ്മൾ പറഞ്ഞു OLS നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എസ്റ്റിമേറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഇത് നമ്മൾ ചെയ്യുന്നത് റിഗ്രഷൻ കോഎഫിഷ്യൻസ് ഉണ്ട്. ഈ റിഗ്രഷൻ കോഎഫിഷ്യൻസ് നമ്മൾ നോർമലി OLS യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തുന്ന റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആണ് β0യും β1ഉം. β0യും β1ഉം. നമ്മൾ എന്താണ് ഒരു റിഗ്രഷൻ എന്ന് നമ്മൾ നേരത്തെ ഒരു സിമ്പിൾ മോഡൽ റിഗ്രഷനൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു β0യും β1ഉം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത്. സിമ്പിളായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ്, ഞാൻ ജസ്റ്റ് റിഗ്രഷൻ മോഡൽ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇൻകം β0 പ്ലസ് β1 എഡ്യൂക്കേഷൻ പ്ലസ് UI, അതായത് എറർ ടേം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉദ്ദേശിക്കുന്നത് എന്താണ്. ഇൻകം, നമ്മുടെ ഇൻകത്തെ ഡിറ്റർമിൻ ചെയ്യുന്ന എന്താണ്? ഒന്ന് β0, അതൊരു ഓട്ടോണമസ് പവർ, ഒരു ഓട്ടോണമസ് വേരിയബിൾ ആണ്. 2 β1, അതാണ് വേരി ചെയ്യുന്ന വേരിയബിൾ. അതായത് ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? എഡ്യൂക്കേഷൻ എന്ന് കൊടുത്തിട്ട്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, ഒരു ഹയർ എഡ്യൂക്കേഷനുള്ള ഒരാൾക്ക് എപ്പോഴും എന്ത് ചെയ്യും, ഇൻകവും കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇനി ഒരു പക്ഷേ മൾട്ടിപ്പിൾ, ഇത് സിമ്പിൾ ആണ്. ഇനി മൾട്ടിപ്പിൾ ആണെങ്കിലോ β1 എഡ്യൂക്കേഷൻ പ്ലസ് β2 സ്കില്ല് വരും. അതായത് ഇങ്ങനെ നമ്മൾ ഒരു ഭാഗത്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവും, ഒരു ഭാഗത്ത് എന്തുണ്ടാവും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവും. ഇതാണ് റിഗ്രഷൻ. അതിൽ നമ്മൾ OLSലൂടെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് β0യും β1ഉമാണ്. എന്താണ് β0? ഇവിടുത്തെ ഓട്ടോണമസ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. β1 ഏതാണ്? ഇതാണ്. ഇനി മൾട്ടിപ്പിൾ റിഗ്രഷൻ ആണെങ്കിൽ β2 നമ്മൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ β1ഉം β2ഉം, അത് βk വരെ എത്രയുണ്ടോ അതുവരെ ഉള്ളതിന്, ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, മിനിമൈസ് ദ സം ഓഫ് സ്ക്വയേർഡ് റെസിജ്വൽസ്. അതിൻ്റെ സ്ക്വയേർഡ് റെസിജ്വൽസിൻ്റെ സമ്മിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മിനിമൈസ് ചെയ്യാണ് എന്നർത്ഥം. സോ ഒരു OLS എസ്റ്റിമേഷന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഡിഫൈൻ ദ റിഗ്രഷൻ മോഡൽ. ദിസ് ഈസ് എ റിഗ്രഷൻ മോഡൽ. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാൽ വി ക്യാൻ സീ എ റിഗ്രഷൻ മോഡൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഡിഫൈൻ എ റിഗ്രഷൻ മോഡൽ. സെക്കൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു മിനിമൈസ് ദ സം ഓഫ് സ്ക്വയേർഡ് എറേഴ്സ്. ദെൻ വി ഹാവ് ടു ഡിറൈവ് ദ OLS എസ്റ്റിമേറ്റർ. ദെൻ വി ഹാവ് ടു സോൾവ് ദ OLS എസ്റ്റിമേറ്റ് ആൻഡ് വി ക്യാൻ ഇന്റർപ്രറ്റ് ദ റിസൾട്ട് അറ്റ് ലാസ്റ്റ്. അപ്പം ഇങ്ങനെ 5 സ്റ്റേജസ് ആണ് ഒരു OLS എസ്റ്റിമേഷൻ ഉള്ളത്. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. വി ഹാവ് 5 സ്റ്റെപ്സ്. ഫസ്റ്റ് എന്താണ്, വി ഹാവ് ടു ഡിഫൈൻ ദ റിഗ്രഷൻ മോഡൽ. രണ്ടെന്താണ്, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഒബ്ജക്റ്റീവ്. OLSന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, മിനിമൈസിങ് ദ സം ഓഫ് സ്ക്വയേർഡ് എറേഴ്സ് എന്നുള്ളതാണ്. മൂന്നെന്താണ്, ഡിറൈവിങ് ദ OLS എസ്റ്റിമേറ്റേഴ്സ്. OLS എസ്റ്റിമേറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ചെയ്യാൻ പറ്റും. നാലെന്താണ്, സോൾവിങ് ഫോർ ദ OLS എസ്റ്റിമേറ്റ്സ്. OLS എസ്റ്റിമേറ്റ്സ് നമ്മൾ സോൾവ് ചെയ്യണം. 5, വി ഹാവ് ടു ഇന്റർപ്രറ്റ് ദ റിസൾട്ട്. അപ്പോൾ എല്ലാ സ്റ്റെപ്സും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ്. ദിസ് ഈസ് എ റിഗ്രഷൻ മോഡൽ. ദിസ് ഈസ് എ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ. YI ആണ് ഇവിടെ എന്ത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. വിച്ച് മീൻസ് ഈ YI ചില വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് എന്ത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ടേക്ക് എൻ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ എന്തുണ്ട്, കൺസംഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ആണെന്ത്, ഇവിടുത്തെ YI ഈസ് ഈക്വൽ ടു β0 എന്താണ്, ഓട്ടോണമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇന്റർസെപ്റ്റ് എന്നാണ് പറയുക, നമ്മുടെ
ഇൻകത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് പലപ്പോഴും എന്തായിരിക്കും? ഒന്ന് ജോബ് അല്ലേ? ഈ ജോബ് ആണെന്ത് ബീറ്റ 1 പ്ലസ് ഇതാണ് ഒരു ലീനിയർ അല്ലെങ്കിൽ സിമ്പിൾ ലീനിയർ മോഡൽ. ഒരൊറ്റ വേരിയബിൾ ഇവിടെയുള്ളൂ. ഇനി മൾട്ടിപ്പിളിലേക്ക് പോവുകയാണെങ്കിലോ ചിലപ്പോൾ ബീറ്റ 2 ആയിട്ട് എന്തുണ്ടാവും? സ്കില്ല് ഉണ്ടാവും. ചിലപ്പോൾ ബീറ്റ 3 ആയിട്ട് എന്തുണ്ടാവും? അയാളുടെ എഡ്യൂക്കേഷൻ ഉണ്ടാവും. അതായത് ഇത്രയും കാര്യങ്ങൾ ബീറ്റ 1കൾ അല്ലെങ്കിൽ ബീറ്റക്ക് നമ്മൾ വാല്യൂ കൊടുത്തിട്ടുള്ള ബീറ്റ കെ വരെയുള്ള വാല്യൂസ് എന്താണ്? ദേ ആർ ഡിറ്റർമിനിങ് ദ ഇൻകം അല്ലേ? നമ്മൾ ഇൻകത്തെ അവരെന്ത് ചെയ്യാണ്? ഡിറ്റർമിൻ ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ റിഗ്രഷൻ മോഡൽ. ഇത് മൾട്ടിപ്പിൾ ആണ്, പക്ഷെ മുകളിലുള്ളത് എന്താണ്? ദിസ് ഈസ് എ സിമ്പിൾ റിഗ്രഷൻ മോഡൽ. y ഈസ് ഇൻകം, ബീറ്റ 0 ഈസ് ഓട്ടോണമസ് അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ആണ്. ദെൻ ബീറ്റ 1 സ്ലോപ്പ് ആണ്. സ്ലോപ്പ് മീൻസ് നമുക്ക് എന്ത് കൊടുക്കാം? എഡ്യൂക്കേഷൻ എന്ന് കൊടുക്കാം. ദെൻ ui എന്താണ്? എറർ ടേം, നമ്മൾ ഒമിറ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്ത സമയത്ത് ഒമിറ്റ് ചെയ്തിട്ടുള്ള വേരിയബിൾസ് ആണ്. സോ ഇതാണെന്ത്? ഒരു സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ. അപ്പം നമ്മുടെ ഇവിടുത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? OLS, ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ അല്ലേ? സോ വി ഹാവ് ടു, ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം. സോ വി ഹാവ് ടു മിനിമൈസ് ദ സം സ്ക്വയർ എറേഴ്സ്. വി ഹാവ് ടു മിനിമൈസ് ദ സം സ്ക്വയർ എറേഴ്സ്. സോ OLSന്റെ ഇമ്പോർട്ടൻസ് ഇവിടെയാണ്. OLS എയിം ചെയ്യുന്നത് എന്താണ്? ഡിറ്റർമിൻ ദ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ദാറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ dependent variable and independent variable. What are the regression coefficients? What are the regression coefficients? We have two regression coefficients. One is beta 0 and another one is beta 1. So beta 1 ഉം beta 0 ഉം തമ്മിലുള്ള റെസിജ്വൽസിനെ മിനിമൈസ് ചെയ്യുന്നതാണെന്ത്? നമ്മൾ ഈ പറയുന്ന OLSലൂടെ നമ്മൾ ട്രൈ ചെയ്യുന്നത് എന്നർത്ഥം. So the objective is to minimize the sum of squared residuals to obtain the best linear unbiased estimator. That is called blue. എക്സാമിന് പലപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് ബ്ലൂ എന്നുള്ളത്. ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെസ്റ്റ്. ബി ആണെന്ത്? ബെസ്റ്റ്. എൽ ആണെന്ത്? ലീനിയർ. യു ആണെന്ത്? അൺബയാസ്ഡ്. ഇ ആണെന്ത്? എസ്റ്റിമേറ്റേഴ്സ്. ബെസ്റ്റ്, ലീനിയർ, അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ്. ഇതിൽ ഓരോന്നാണ് സൂചിപ്പിക്കുന്നത്. ബെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മിനിമം വേരിയൻസ് ആണ്. മിനിമം വേരിയൻസ്. ഇതൊരു എക്സാമിന് അതുപോലെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബ്ലൂ പ്രോപ്പർട്ടീസിൽ, OLSന്റെ ബ്ലൂ പ്രോപ്പർട്ടീസിൽ വാട്ട് ഈസ് ബെസ്റ്റ് എന്നുള്ളത്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം വേരിയൻസ്. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു ദിസ് ഈസ് കാൾഡ് എ ലീനിയർ ഫംഗ്ഷൻ. എന്താണ്? ലീനിയർ ഫംഗ്ഷൻ. നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ എങ്ങനെയാ പറഞ്ഞത്? yi അല്ലേ? yi ഈസ് ഈക്വൽ ടു, ഓർ നമുക്ക് എങ്ങനെയും പറയാം, സിമ്പിളായിട്ട് ഞാൻ എഴുതുകയാണ്. yi ഈസ് ഈക്വൽ ടു ബീറ്റ 0 പ്ലസ് ബീറ്റ 1 xi പ്ലസ് ui. ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. അതായത് ഇതിലൊന്നും എന്തില്ല? സ്ക്വയറോ റൂട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. റൂട്ട് ഉണ്ട്. ഇപ്പോൾ റൂട്ട് ബീറ്റ 0 ആണ്. ഇതെന്തായി? ഇറ്റ് ഇസ് നോട്ട് എ ലീനിയർ. അല്ലെങ്കിൽ ബീറ്റ 0 സ്ക്വയർ, ബീറ്റ 0 ക്യൂബ്, അല്ലെങ്കിൽ ബീറ്റ 1 ക്യൂബ്, അല്ലെങ്കിൽ ബീറ്റ 1 ഡിവൈഡഡ് ബൈ 2, ഇത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്തായി മാറും? ദാറ്റ്സ് നോട്ട് എ ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് എ ലീനിയർ ഫംഗ്ഷൻ. അപ്പോൾ ലീനിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഇറ്റ് ഹാസ് ടു ബി എ ലീനിയർ ഫംഗ്ഷൻ. ഇനി അൺബയാസ്ഡ് എന്ന് പറഞ്ഞാലോ? അൺബയാസ്ഡ് എന്ന് പറഞ്ഞാൽ OLS എസ്റ്റിമേറ്റർ എന്ത് ചെയ്യും? ഇറ്റ് ഗിവ്സ് ദ ട്രൂ വാല്യൂ ഓഫ് പോപ്പുലേഷൻ പാരാമീറ്റർ. ട്രൂ വാല്യൂ ഓഫ് പോപ്പുലേഷൻ പാരാമീറ്റർ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അൺബയാസ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഗെയിൻ ഇനി എസ്റ്റിമേറ്റർ കൊണ്ടോ? ദിസ് ഫോർമുല ക്യാൻ ബി യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദ പോപ്പുലേഷൻ പാരാമീറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 4 പ്രോപ്പർട്ടീസ്, ബ്ലൂ പ്രോപ്പർട്ടീസ്: ബെസ്റ്റ്, ലീനിയർ, അൺബയാസ്ഡ്, എസ്റ്റിമേറ്റർ. ബെസ്റ്റ് എന്താണ്? ബെസ്റ്റ് മീൻസ് ദ മിനിമം വേരിയൻസ്.
ലീനിയർ എന്താണ്? ഇറ്റ് ഹാസ് ടു ബി എ ലീനിയർ ഫംഗ്ഷൻ. അൺബയാസ്ഡ് എന്താണ്? ഇൻ ഓൺ ആൻ ആവറേജ് ഇറ്റ് ഗീവ്സ് ദ വാല്യൂ ഓഫ് ട്രൂ പോപ്പുലേഷൻ പാരാമീറ്റർ. അല്ല, ഇറ്റ് ഗീവ്സ് ദ വാല്യൂ ഓഫ് ട്രൂ പോപ്പുലേഷൻ പാരാമീറ്റർ. എസ്റ്റിമേറ്റർ എന്താണ്? ദിസ് ഫോർമുല ക്യാൻ ബി യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദ പോപ്പുലേഷൻ പാരാമീറ്റർ. അപ്പം ഇതാണ് നമ്മൾ ഇത്രയുള്ളൂ പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ ഒരു സിംഗിൾ ലീനിയർ റിഗ്രഷൻ മോഡലാണ്. റിഗ്രഷൻ എന്താണ്? yi ഈസ് ഈക്വൽ ടു β0 പ്ലസ് β1 xi പ്ലസ് ui. yi എന്താണ്? yi ഈസ് കാൾഡ് ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ. β0 എന്താണ്? ദാറ്റ് ഈസ് കാൾഡ് ഇന്റർസെപ്റ്റ്. β1 എന്താണ്? ദാറ്റ് ഈസ് കാൾഡ് സ്ലോപ്പ്. xi എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സോ വി ഹാവ് ടു വേരിയബിൾസ്. അത് മാറിപ്പോവരുത്. വേരിയബിൾസ് ഏതൊക്കെയാണ്? yi-യും xi-യുമാണ് വേരിയബിൾസ്. β1-ഉം β0-യും എന്താണ്? ദേ ആർ ഇന്റർസെപ്റ്റ് ആൻഡ് സ്ലോപ്പ്. β1 ആണ് സ്ലോപ്പ്, β0 ആണ് ഇന്റർസെപ്റ്റ്. ui എന്താണ്? ദാറ്റ് ഈസ് കാൾഡ് എറർ ടേംസ്, അല്ലെങ്കിൽ അൺഒബ്സർവബിൾ വാല്യൂ, അല്ലെങ്കിൽ അൺഒബ്സർവ്ഡ് ഫാക്ടേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ OLS എസ്റ്റിമേറ്റർ ബേസിക്കലി ചെയ്യുന്നത് എന്താണ്? OLS എസ്റ്റിമേറ്റർ ചെയ്യുന്നത് β0-നെയും β1-നെയും ഫൈൻഡ് ചെയ്യലാണ്. β0-യും β1-ഉം കണ്ടെത്തുന്നതാണെന്ത്? OLS എസ്റ്റിമേറ്റർ ചെയ്യുന്നത്. അല്ലാണ്ട് എന്തല്ല, yi-യും xi-യും അല്ല കണ്ടെത്തുന്നത്. yi-യും xi-യും എന്താണ്? ദേ ആർ വേരിയബിൾസ്, ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. അത് ഓൾറെഡി അവിടെ ഉണ്ട്. നമ്മൾ കണ്ടെത്താൻ പോകുന്നത് എന്താണ്? β0-യും β1-ഉം ആണ് എന്നുള്ളതാണ്. അതിന് കുറേ ഡെറിവേഷൻസ് ഉണ്ട്. ഡെറിവേഷൻസ് ഒന്നും പോകണ്ട, ജസ്റ്റ് ഇക്വേഷൻ, എസ്പെഷ്യലി ഫസ്റ്റ് ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. β1 ക്യാപ് ഈസ് ഈക്വൽ ടു സിഗ്മ ഹോൾ xi മൈനസ് എക്സ് ബാർ ഇൻറ്റു yi മൈനസ് y ബാർ ഡിവൈഡഡ് ബൈ സിഗ്മ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇതാണ് β1 കണ്ടെത്താനുള്ള ഇക്വേഷൻ. β1 കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പൊതുവെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ ഇക്വേഷൻ കൊടുക്കാനുള്ള കാരണം, ഒരു എക്സാമിന് ഇപ്പോൾ ഇവിടെ നിന്ന് പ്രധാനമായിട്ടും ചോദിക്കാൻ പോകുന്നൊരു മോഡലാണെന്ത്? ഒരു ഇക്വേഷൻ തരും, അതിൽ 4 ഇക്വേഷൻസ് തരും. ഇതിൽ നിന്ന് ചോദിക്കും β1-നെ കണ്ടെത്താൻ പറ്റുന്ന ഇക്വേഷൻ ഏതാണ്. ചിലപ്പോൾ ഓപ്ഷൻ എ ആയിട്ട് ഫസ്റ്റത്തെ ഇക്വേഷൻ ഉണ്ടാവും, ഓപ്ഷൻ ബി ആയിട്ട് സെക്കൻഡ് ഇക്വേഷൻ ഉണ്ടാവും, പിന്നെ മറ്റൊരു ഇക്വേഷൻ എന്തുണ്ടാവും? ഇത് ഓപ്ഷൻ എ, ഇത് ഓപ്ഷൻ ബി. ഇനി എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ ബാർ മൈനസ് y2 എന്നൊരു ഇക്വേഷൻ തരും. ഇത് ഓപ്ഷൻ 3. ഇനി ഓപ്ഷൻ സി, ഇത് ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി ആയിട്ട് എന്ത് ചെയ്യും? എ ആൻഡ് ബി എന്ന് തരും. അപ്പോൾ ഏതാണ് OLS എസ്റ്റിമേറ്ററിൽ β1 കണ്ടെത്താനുള്ള ഇക്വേഷൻ? ദാറ്റ് ഈസ് കാൾഡ് β1 ക്യാപ് ഈസ് ഈക്വൽ ടു സിഗ്മ xi മൈനസ് എക്സ് ബാർ yi മൈനസ് y ബാർ ഡിവൈഡഡ് ബൈ സിഗ്മ ഹോൾ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് β0 കണ്ടെത്തണം. β0 കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണെന്ത്? β0 ഈസ് ഈക്വൽ ടു y ബാർ മൈനസ് β1 ക്യാപ് എക്സ് ബാർ. എന്താണ് y ബാർ ഓർ എക്സ് ബാർ y ബാർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മീൻ ഓഫ് y. എക്സ് ബാർ എന്ന് പറഞ്ഞാലോ മീൻ ഓഫ് എക്സ്. നമ്മൾ β1 എന്ത് ചെയ്യും? നമ്മളിവിടെ കണ്ടെത്തും. is through using this equation we will find the β1, then we will use that β1 to find the β0 with y bar and x bar. ഓക്കെ, ജസ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഒരിക്കലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രോബ്ലം ചോദിക്കൂല കേട്ടോ. കാരണം ഇങ്ങനെ ഒരു പ്രോബ്ലം ഒക്കെ തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ β1 ആവട്ടെ β0 ആകട്ടെ, കണ്ടെത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഒരുപാട് ടൈം പോകും. ആകെ നിങ്ങൾക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് ഒരു 2 minutes ഒക്കെ ഒരു പ്രോബ്ലം ചെയ്യാൻ CUT-ക്ക് കിട്ടുള്ളൂ. ജസ്റ്റ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ആവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടത് ഏതാണ്? β1 ആണ്. കാരണം എന്താണ്? β1 കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? β0-ലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ β1-ന്റെ ഇക്വേഷൻ ആണെന്ത്? സിഗ്മ, നമ്മളിവിടെ ഇക്വേഷൻ ഉണ്ട്, സിഗ്മ xi മൈനസ് എക്സ് ബാർ yi മൈനസ് y ബാർ ഡിവൈഡഡ് ബൈ സിഗ്മ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഓക്കെ, സിഗ്മ
xi minus x bar into yi minus y bar divided by sigma xi minus x bar whole square. ഇതാണ് നമുക്ക് എന്ത് ബീറ്റ 1 കാണാനുള്ള ഇക്വേഷൻ. സോ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദ മീൻസ്. ഏതിൻ്റെയൊക്കെ മീനാണ്? എക്സിൻ്റെയും മീൻ കണ്ടെത്തണം, വൈൻ്റെയും മീൻ കണ്ടെത്തണം. അതാണ് എക്സ് ബാറും വൈ ബാറും. അത് നമുക്ക് കാര്യമായിട്ട് ഇക്വേഷനിൽ ആവശ്യമുള്ളൂ. എക്സ് ഐ ഇവിടെ ഉണ്ട് അല്ലേ, വൈ ഐ ഇവിടെ ഉണ്ട്, എക്സ് ഐ ഇവിടെ ഉണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ എക്സ് ബാർ ആൻഡ് വൈ ബാർ. സോ വി ക്യാൻ ഫൈൻഡ് ദ എക്സ് ബാർ. എക്സ് ബാർ നമ്മൾ എങ്ങനെ കണ്ടെത്തുക? ഓരോ എക്സസും ആഡ് ചെയ്യുക. എക്സ് ബാർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 പ്ലസ് 2, 3 പ്ലസ് 3, 6 പ്ലസ് 4, 10 പ്ലസ് 5, 15 പ്ലസ് 5, സോറി 15 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 3. ഇനി വൈ ബാർ കണ്ടെത്താം. വൈ ബാർ ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 11 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 പ്ലസ് 3, 5 പ്ലസ് 5, 10 പ്ലസ് 7, 17 പ്ലസ് 11 which means divided by 5. Naeem, are you there? Yes, sir. 5.6, sir. 5.6. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? രണ്ടും കിട്ടിയില്ലേ? ഒന്ന് 3 ആണ്, മറ്റൊന്ന് 5.6 ആണ്. നൗ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഇൻ ടു ദ ഇക്വേഷൻ. ബീറ്റ 1 ക്യാപ്പ് നമ്മൾ എങ്ങനെ എഴുതിയത്? സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ എക്സ് ഐയിൽ നിന്നും എക്സ് ബാർ നമ്മൾ കുറക്കണം. ഇതാണ് ഫസ്റ്റത്തെ എക്സ് ഐ 1. എക്സ് ബാർ എത്രയാണ്? 3. അപ്പം -3, -3, -3, -3, -3. ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വൈ ബാർ കുറക്കാനുണ്ട്. വൈ ബാർ എത്രയാണ്? 5.6, 5.6, 5.6, 5.6, 5.6. അപ്പം ഇത് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്രോബ്ലത്തിലേക്ക് പോകാൻ. ജസ്റ്റ് നമുക്കൊന്ന് ഒരുമിച്ച് ചെയ്ത് നോക്കാം. -1 - 3 ഫസ്റ്റത്തെ അതാണല്ലോ അല്ലേ? 1 - 3. Then 2 - 5, 6 അല്ലേ? സോറി, 2 - 5.6. Then plus 2 - 3. Then 3 - 5.6. Sorry, 2 - 3, 2 - 3, 3 - 5.6 plus 3 - 3, 5 - 5.6 plus 4 - 3, 4 - 3, 7 - 5.6 plus 5 - 3, 11 - 5.6 ഹോൾ ഡിവൈഡഡ് ബൈ. താഴെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. സോ എക്സ് മൈനസ് എക്സ് ബാർ കാണുക, ഹോൾ സ്ക്വയർ ഇടുക. എത്രയാ വരിക? 1 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 2 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 3 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 4 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 3 ഹോൾ സ്ക്വയർ അല്ലേ? സോ ആൻസർ എത്രയാ വരിക? നമ്മൾ മുകളിലത്ത് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് നമ്മളിത് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോകാൻ വേണ്ടി മാത്രം നമ്മളിത് ചെയ്യുന്നത് കേട്ടോ.
1 minus 3 minus 2 minus 3.6 plus minus 1 minus 2.6 plus 0 minus 0.6 plus 1 1 0 sorry 1.4 plus 2 5.4 5.4 അല്ലേ? Yes, 5.4 yes whole divided by എത്രയാ വരിക? 1 minus 3 whole square is equal to 4 plus 1 plus 0 plus 1 plus 4. 5 minus 3 whole square. 5 minus 3 1 square. 5 minus 3 is equal to 1 square. Is equal to minus 2 minus 2 into minus 3.5. രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? പോസിറ്റീവ് ആവും. സോ 7.2 പ്ലസ് 2.6 പ്ലസ് ഞാൻ സ്പീഡ് ചെയ്ത് പോകുന്നുണ്ടേ, കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ്, നമുക്ക് വാല്യൂസിലേക്ക് മാത്രം പോയാൽ മതി. 0 പ്ലസ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണേ. 1.4 പ്ലസ് then 10.8 divided by 4 plus 1 5 plus 5 10 is equal to 7.2 plus 2.6 plus 1.4 plus is equal to 22 divided by 10 is equal to, so 22 divided by 10 എത്രയാണ്? 2.2. So we found the value of beta 1 as 2.2. Now we can move to the value of beta 0. നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ വഴി മാത്രം നോക്കിയാൽ മതി കേട്ടോ, അല്ലാതെ ഇങ്ങനെ പ്രോബ്ലം ഒന്നും നിങ്ങൾക്ക് ചോദിക്കില്ല. ഓക്കെ, ബീറ്റ 0 നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? ബീറ്റ 0 ഈസ് ഈക്വൽ ടു y ബാർ മൈനസ് ബീറ്റ 1 ക്യാപ് എക്സ് ബാർ അല്ലേ? ഈസ് ഈക്വൽ ടു y ബാർ എത്രയാണ് നമുക്ക് നേരത്തെ കിട്ടിയത്? y ബാർ 5.6 മൈനസ് ബീറ്റ 1 എത്രയാണ്? 2.2. നമ്മൾ തൊട്ടും ഇവിടെ കണ്ടെത്തി 2.2. ഓക്കെ, 2.2. then x ബാർ എത്രയാണ്? x ബാർ എത്രയാണ്? 3 is equal to 5.6 minus 2.2 into 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.6 is equal to minus 1. So we got the value of beta 0 as minus 1. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ബീറ്റ 1 is equal to 22.2. ബീറ്റ 0 is equal to minus 1. ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂസ്. ഇനി നമുക്ക് ഇതുവരെ ചെയ്തൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇനിയുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇത് കാണിക്കുന്ന എന്താണ്? വെയിറ്റ് എ മിനിറ്റ്, ഞാൻ ഇക്വേഷൻ ആയിട്ട് തന്നെ എഴുതട്ടെ കേട്ടോ. ഞാൻ ആ മോഡലിനെ എഴുതുന്നുണ്ട്. വൈ ക്യാപ് ഈസ് ഈക്വൽ ടു, വൈ ക്യാപ് മീൻസ്, വൈ ക്യാപ് എന്താണ്? നമ്മളുടെ ഡിപ്പെൻഡൻ്റ് വേരിയബിൾ ഈസ് ഈക്വൽ ടു ബീറ്റ 1ൻ്റെ വാല്യൂ എത്രയാണ് നൈമ? സോറി, ബീറ്റ 0ൻ്റെ -1 പ്ലസ് ബീറ്റ 1ൻ്റെ എത്രയാണ്? 2.2 അല്ലേ? എക്സ്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിഗ്രഷൻ ഇക്വേഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ മോഡൽ. ഇനി ഇത് കാണിക്കുന്ന എന്താണ്? 1 യൂണിറ്റ് ഇൻക്രീസ് ഇൻ എക്സ്. എക്സിൽ 1 യൂണിറ്റ് ഇൻക്രീസ് ഉണ്ടായി കഴിഞ്ഞാൽ
y എത്ര ഇൻക്രീസ് ചെയ്യുക? 2.2. if there is 1 unit increase in x, the value of y will increase, the value of y increase to 2.2 value അല്ലെങ്കിൽ 2.2 യൂണിറ്റ് 2.2 യൂണിറ്റ്. അതായത് ഒരു യൂണിറ്റ് വൈയിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ചേഞ്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ, എക്സിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, എക്സിൽ ഒരു യൂണിറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ വൈയിൽ എത്ര യൂണിറ്റ് ചേഞ്ച് വരും? 2.2 യൂണിറ്റ് എന്ത് ചെയ്യും? ചേഞ്ച് വരും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്. ഒന്നെന്താണ്? interpretation of the intercept, which means beta 0യുടെ interpretation. Intercept beta 0 represent the estimated value of y when x is 0. x 0 ആകുന്ന സമയത്തുള്ള y-ന്റെ വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ബീറ്റ 0 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കും, വിച്ച് മീൻസ് ഓട്ടോണമസ്. നമ്മുടെ കൺസംഷൻ്റെ കേസിൽ പറയുകയാണെങ്കിലോ, ഇൻകം 0 ആകുകയാണെങ്കിലും നമുക്ക് ഉണ്ടാവുന്ന കൺസംഷൻ ആണെന്ത് നമ്മളിവിടെ കാണുന്നത്. സോ y ക്യാപ് ഇസ് ഈക്വൽ ടു ബീറ്റ 0 പ്ലസ് ബീറ്റ 1 എക്സ് നമ്മുടെ റിഗ്രഷൻ മോഡലാണ്. ബീറ്റ 0 പോസിറ്റീവ് ആണെങ്കിൽ ദ മോഡൽ പ്രൊഡിക്ട്സ് എ പോസിറ്റീവ് ബേസ്ലൈൻ വാല്യൂ ഓഫ് വൈ വെൻ എക്സ് ഈസ് 0. ബീറ്റ 0 പോസിറ്റീവ് ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 0 ആകുന്ന സമയത്തും നമുക്ക് അവിടെ എന്തുണ്ട്? പോസിറ്റീവ് ആയിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. നെഗറ്റീവ് ആണെങ്കിലോ, നെഗറ്റീവ് ബേസ്ലൈൻ വാല്യൂ ഓഫ് വൈ, വിച്ച് മീൻസ് നമുക്കിപ്പോൾ നേരത്തെ കിട്ടിയ ആൻസർ എത്രയാണ്? -1 ആണല്ലേ? നമുക്ക് നേരത്തെ -1 കിട്ടിയത്. അത് ചില സമയത്ത് എന്ത് ചെയ്യില്ല, നമുക്ക് പ്രത്യേകിച്ച് മീനിങ് ഒന്നും തരില്ല. അത് നമുക്ക് കിട്ടിയത് അത്രയെന്നേ ഉള്ളൂ. അത് കാണിക്കുന്ന എന്താണ്? എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആവുന്ന സമയത്ത്, എക്സിൻ്റെ വാല്യൂ 0 ആകുന്ന സമയത്ത് അവിടെ എന്താണ്? നെഗറ്റീവ് ആണെന്നുള്ളതാണ്. അത് പോസിബിൾ അല്ല, അത് ജസ്റ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ മാത്രമാണെന്നുള്ളൂ കേട്ടോ. ഇനി സ്ലോപ്പിൻ്റെതാണെങ്കിലോ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൽ 1 യൂണിറ്റ് ഇൻക്രീസ് ഉണ്ടാകുന്ന സമയത്ത് വൈയിൽ ഉണ്ടാകുന്ന കൺസെപ്റ്റ് ആണ് എന്ത്? എക്സ്. ഈ എക്സ് ഇപ്പോൾ കൺസംഷൻ ഫംഗ്ഷനിലൊക്കെ എടുത്തു നോക്കൂ. സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ അല്ലേ? ഇതൊരു റിഗ്രഷൻ ഇക്വേഷൻ ആണ് ആക്ച്വലി. സി എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. എ എന്താണ്? ബീറ്റ 0. ബി എന്താണ്? ബീറ്റ 1. അപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിൽ, ചില ഇന്റർനാഷണൽ ടെക്സ്റ്റ് ബുക്കൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൺസംഷൻ ഫംഗ്ഷനെ സി ഇസ് ഈക്വൽ ടു ബീറ്റ 0 പ്ലസ് ബീറ്റ 1 വൈ എന്നൊക്കെ കാണാൻ പറ്റും. ആക്ച്വലി രണ്ടും സെയിം ആണ്, എ പ്ലസ് ബി വൈ. ഈ ബീറ്റ 0 എന്താണ്? ഓട്ടോണമസ് ആണ്. ബീറ്റ എന്താണ്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ് അല്ലേ? അതായത് ഒരു ചേഞ്ച് എക്സ്. എം പി സിയെ നമ്മൾ എങ്ങനെ കണ്ടെത്തല്? ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ റിയൽ ലൈഫ് എക്കണോമിക്സിൽ ഒരുപാട് റിഗ്രഷൻ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളത് എന്ത് ചെയ്യുന്നില്ല, അത് റിഗ്രഷൻ ആണ് എന്ന് അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ബീറ്റ 1 മോർ ദാൻ 0 ആണെങ്കിൽ, വിച്ച് മീൻസ് വൈ എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? വൈയും ഇൻക്രീസ് ചെയ്യും. എം പി സി 1.1, എം പി സി 1ഓ 0.2ഓ 0.3 ഒക്കെ ആണെങ്കിൽ എന്താ അർത്ഥം? എക്സിൽ വരുന്ന ചേഞ്ചസ് നമ്മുടെ കൺസംഷനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ. ഇനി അഥവാ ബീറ്റ 1 ലെസ് ദാൻ 0 ആണെങ്കിലോ, ഓപ്പോസിറ്റ് ആണ്. അതായത് എക്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വൈ എന്താവും? ഡിക്രീസ് ചെയ്യും എന്നുള്ളതാണ്. ഇനി ബീറ്റ 1 0 ആണെങ്കിലോ, ദർ ഈസ് നോ ലീനിയർ റിലേഷൻഷിപ്പ്. ദർ ഈസ് നോ ലീനിയർ റിലേഷൻഷിപ്പ്, വിച്ച് മീൻസ് എക്സിൽ വരുന്ന ചേഞ്ചസ് എന്ത് ചെയ്യുന്നില്ല, വൈയിൽ ഒരു ചേഞ്ചസും വരുത്തുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഇത്ര ഇതിൽ നിന്ന് ചോദിക്കുള്ളൂ കാര്യമായിട്ട്. ഞാൻ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് ആർ സ്ക്വയേർഡിൻ്റെ വാല്യൂ ഒക്കെ ചോദിക്കുന്നുണ്ട്. സോറി, ഇക്വേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? OLS വഴി ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ടേക്ക് എൻ എക്സാമ്പിൾ. ഹലോ,
നൈമ Yes, sir. കേൾക്കുന്നുണ്ട് സർ. അതിനിടന്ന് കട്ടായോ മീറ്റിംഗ്? പെട്ടെന്ന് ഇത് ഓഫായി PPT. ആണോ? ഓക്കെ ഓക്കെ, സോറി. ഓക്കെ, ഇപ്പൊ PPT കാണുന്നില്ലേ? ഇല്ല സർ, കാണുന്നില്ല. അയ്യോ, ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പൊ കാണുന്നുണ്ടോ? യെസ് സർ, കാണുന്നുണ്ട്. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇക്വേഷൻ നമ്മൾ ബിൽഡ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നല്ലൊരു മോഡലായിട്ടുണ്ടോ, നമ്മൾ റിയൽ വേൾഡ് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ നമുക്ക് രണ്ട് വഴികളാണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ചെക്ക് ചെയ്യാം. ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ചെക്ക് ചെയ്യൽ എങ്ങനെയാണ്? ഒന്നെങ്കിൽ R² അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് R² യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് യൂസ് ചെയ്യാം. ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ആണിത്, ഈ ടെസ്റ്റും എഫ് ടെസ്റ്റും. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു റിഗ്രഷൻ മോഡലിന്റെ ഗുഡ്നെസ് ഫിറ്റ് ചെയ്യുന്നത്, അല്ലെ ഒരു റിഗ്രഷൻ മോഡൽ എത്രത്തോളം മോഡൽ ഫിറ്റ് ചെയ്യുന്നുണ്ട് നോക്കാൻ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബൈ R² ആൻഡ് അഡ്ജസ്റ്റഡ് R². രണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. അഥവാ ടെസ്റ്റുകളാണെങ്കിലോ എഫ് ടെസ്റ്റും ടി ടെസ്റ്റും ആണ്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ഹൈപ്പോത്തിസിസ് റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത്? ഓപ്ഷൻ എ ടി ടെസ്റ്റ്, ഓപ്ഷൻ ബി എഫ് ടെസ്റ്റ്, ഓപ്ഷൻ ബി എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ chi² ടെസ്റ്റ് ആണ്. ഓപ്ഷൻ സി അന്ന് ചോദിച്ചത് എഫ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി എ ആൻഡ് സി. ഓപ്ഷൻ ഏതാണ്? എ ആൻഡ് സി ആണ്. അതായത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ് നമ്മൾ ഫിറ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക ടി ടെസ്റ്റും എഫ് ടെസ്റ്റും ആണ് എന്നുള്ളതാണ്. എന്താണ്? ടി ടെസ്റ്റും എഫ് ടെസ്റ്റും ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ജസ്റ്റ് വേറെ ഒന്നും നോക്കണ്ട, ഗുഡ്നെസ് ഓഫ് ഫിറ്റിൽ ആറും അഡ്ജസ്റ്റഡ് ആറും ഉണ്ട്. അതിൽ R² ഇക്വേഷൻ ആണെന്ത്? R² ഈസ് ഈക്വൽ ടു, ഇതിന് പ്രോബ്ലം ഒന്നും ചോദിക്കൂല കേട്ടോ, പക്ഷെ 4 or 5 ഇക്വേഷൻസ് തന്നിട്ട് കോഎഫിഷ്യന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന R² ഇക്വേഷൻ ഏതാന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ആ ഇക്വേഷൻ തന്നിട്ടുള്ളത്. R² ഈസ് ഈക്വൽ ടു 1 മൈനസ് സിഗ്മ yi മൈനസ് yi ക്യാപ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ yi മൈനസ് y ബാർ ഹോൾ സ്ക്വയർ. ഇതിൽ ഏതൊക്കെയാണ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടില്ലേ? yi എന്ന് പറഞ്ഞ എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ ഒറിജിനൽ വാല്യൂ. yi ക്യാപ്പ് എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രിഡിക്റ്റഡ് വാല്യൂ. y ബാർ എന്താണ്? മീൻ ആണ്. ഇനി നമുക്ക് yi മൈനസ് yi ബാർ സം ഓഫ് സ്ക്വയേർഡ് റെസിഡ്യൂൾസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത്. yi മൈനസ് yi ബാർ ഹോൾ സ്ക്വയറോ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്. ഇത് രണ്ടും നമുക്ക് ഇക്വേഷൻ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അങ്ങനെ നമ്മൾ R² ഇക്വേഷൻ, ഈ 1 മറന്നു പോരുത് കേട്ടോ, 1 മൈനസ് എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇതിനാണ് നമ്മൾ R² ഇക്വേഷൻ എന്ന് പറയാം. ഇനി ഇതിന് ചില പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ഇൻകത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ എഡ്യൂക്കേഷൻ മാത്രമാണ്. ഓക്കെ, മോഡൽ എഴുതുകയാണെങ്കിൽ β0 പ്ലസ് β1 എഡ്യൂക്കേഷൻ. ഇനി നമുക്ക് എഡ്യൂക്കേഷൻ മാത്രമാണോ നമ്മുടെ ഇൻകത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? അല്ല, നമുക്ക് എന്തുണ്ടാവും? β2 ചിലപ്പോൾ എന്തുണ്ടാവും? സ്കിൽ ഉണ്ടാവും. β3 ചിലപ്പോൾ ടോക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. 1 2 3. സോ ആസ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ R² എന്ത് ചെയ്യും? ന്യൂ വേരിയബിൾസ് പ്രഡിക്ഷൻ ഇംപ്രൂവ് ചെയ്യണമെന്നില്ല. അതായത് മിസ്ലീഡിങ്ങിലേക്ക് പോകും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വി യൂസ് ദ അഡ്ജസ്റ്റഡ് R². അഡ്ജസ്റ്റഡ് R²ന്റെ ഇക്വേഷൻ എന്താണ്? 1 മൈനസ് 1 ബൈ, നമ്മൾ R² ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടാവും, 1 മൈനസ് ദി ഓൾ ബാറിലിട്ടിട്ട് 1 മൈനസ് R² ഇൻറ്റു n മൈനസ് 1. n എന്താണ്? ദാറ്റ് ഈസ് കാൾഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. എത്ര എണ്ണം ഉണ്ട്? നമ്മൾ 3 ഒബ്സർവേഷൻ അല്ലെങ്കിൽ 3 ഡിവൈഡഡ് ബൈ n മൈനസ് k. എത്രയാണ്? എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണുള്ളത്? -1. സോ ഇവിടെയും നിങ്ങൾക്ക് പ്രോബ്ലംസ് നമ്മുടെ റിഗ്രഷൻ ഏരിയാസ് ചോദിക്കൂല. ഇവിടെയും ചോദിക്കുക എന്താണ്? മേ ബി ഇക്വേഷൻ തന്നിട്ട് ചോദിക്കും.
അല്ലെങ്കിൽ ചോദിക്കും എന്തുകൊണ്ടാണ് ആർ സ്ക്വയറിൽ നിന്ന് നമ്മൾ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയറിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ്? ആർ സ്ക്വയറിൻ്റെ പ്രശ്നം എന്താണ്? ആർ സ്ക്വയറിൽ നമ്മൾ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആഡ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ന്യൂ വേരിയബിൾസ് ഉണ്ടാകുന്ന സമയത്ത് അതിന് പ്രഡിക്ഷൻ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. വിച്ച് മീൻസ് അതിനെന്ത് ചെയ്യില്ല, ഒരു ഗുഡ് എസ്റ്റിമേറ്റർ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റൂല എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഇത്രേ നോക്കാനുള്ളൂ. നമ്മൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബ്ലൂ എന്നുള്ളത് എന്താണെന്നുള്ളതാണ്. ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലൂവിൻ്റെ ഫസ്റ്റത്തെ ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. ബെസ്റ്റ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതെന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ ബ്ലൂ പ്രോപ്പർട്ടീസ് എന്ന്. ബെസ്റ്റ് എന്താണ്? മിനിമം വേരിയൻസ് എമംഗ് ഓൾ അൺബയാസ്ഡ് ലീനിയർ എസ്റ്റിമേറ്റേഴ്സ്. നമ്മൾ നേരത്തെ കുറേ ലീനിയർ എസ്റ്റിമേറ്റേഴ്സ് പറഞ്ഞില്ലേ? ഏതൊക്കെയായിരുന്നു? ജസ്റ്റ് പേര് മാത്രം ഓർത്തിച്ച GLS ഉണ്ട്, ജനറലൈസ്ഡ് ലീസ്റ്റ് സ്ക്വയർ. WLS ഉണ്ട്, വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ. അതിൽ നിന്നൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിന് നമ്മൾ എന്ത് പറയും? മിനിമം വേരിയൻസ് ഉണ്ട് എന്ന് പറയും. അതുപോലെ തന്നെ ലീനിയർ, ഈ ഫംഗ്ഷൻ എന്താണ്? ലീനിയർ ആണ്, അതായത് സ്ക്വയറോ റൂട്ടോ ഒന്നും ഉണ്ടാവില്ല. 2, OLS എസ്റ്റിമേറ്റർ ഓൺ ആൻ ആവറേജ് ഗിവ് ദ ട്രൂ വാല്യൂ ഓഫ് ദ പോപ്പുലേഷൻ പാരാമീറ്റർ. അതാണ് അൺബയാസ്ഡ്. അത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു. എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാലോ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദ പോപ്പുലേഷൻ പാരാമീറ്റർ. പോപ്പുലേഷൻ പാരാമീറ്ററിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇത്രയാണ് നമുക്ക് റിഗ്രഷൻ അനാലിസിസിന് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളത്.